ആത്മാവിൻ്റെയും നാമത്തിലാണ് കൃഷിക്കായി സ്നേഹമുള്ള ഇത് പേർത്തുർത്ത ഞായറാണ്. പേർത്തുർത്ത ഒരു പോർട്ടീസ് വാക്കാണ്. വാക്കിന്റെ അർത്ഥം തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നന്മകളും തിന്മകളും വിജയങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച അപാകതകളെയും തിന്മയെയും പാപത്തെ പറ്റിയൊക്കെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് പുതിയ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഉയർത്തിരുന്നാൾ ഒരുങ്ങുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ ലക്ഷ്യം. മോശ സീനായി മലയില് അവിടെ 40 ദിവസങ്ങൾ ഉപവാസത്തിൽ കഴിക്കൂടി, പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ. അത് കഴിഞ്ഞിട്ട് കൽപ്പനകളുമായിട്ട് ദൈവത്തിന്റെ ജനതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മോശയുടെ മുഖം സൂര്യനെ പോലെ പ്രക്ഷോഭിച്ചിരുന്നു. അതുകൊണ്ട് മോശയുടെ മുഖത്ത് നോക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഏലിയ പ്രവാചകൻ 40 ദിവസങ്ങൾ ഉപവസിച്ചു ഹോരേബ് മലയിൽ. അത് കഴിഞ്ഞിട്ടാണ് ആത്മീയമായിട്ടുള്ള ശക്തി പ്രാപിച്ചുകൊണ്ട് പ്രവചന ദൗത്യത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ നോയമ്പ് കാലഘട്ടങ്ങള് ഇത് പരിഹാരത്തിന്റെയും ഉപവാസത്തിന്റെയും നന്മയുടെയും തെറ്റായിട്ടുള്ള ജീവിതശൈലിയോട് വിട പറയുന്നതിന്റെയും ആസക്തികൾ അവസാനിപ്പിക്കുന്നതിന് അങ്ങനെ ദൈവകൃപയിൽ നിറഞ്ഞ് ഈശോയോട് ഐക്യപ്പെടാനുള്ള ഒരു കാലഘട്ടമാണ് ഈ നോയമ്പ് കാലഘട്ടം. ഈശോയുടെ ഉപവാസത്തെ ഈശോ 40 ദിവസം ഉപവസിച്ചു, ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അതിനുശേഷം ആത്മാവിനാൽ നിറഞ്ഞു. അപ്പോഴാണ് പരീക്ഷകൻ വന്നത്. ദൈവാത്മാവിനാൽ നിറഞ്ഞു എന്ന് ഈശോയെ പറ്റി പറയുന്നുണ്ട്. പരീക്ഷകൻ വന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്നാമത് ജീവിതമാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാം മാറ്റി വരാൻ പറയുന്നത്. അപ്പം പണ്ട് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ ജനതയ്ക്ക് ആഹാരം കിട്ടാതെ വലഞ്ഞപ്പോഴ് ആകാശത്ത് മന്ന വർഷിച്ചു നൽകി എന്നാ പറയുന്നത്. മന്ന വർഷിച്ചവർക്ക് നൽകി. അതുപോലെ 5 അപ്പം കൊണ്ട് 5000 തീറ്റിപ്പോറ്റുന്നവർക്കറിയാം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല കല്ലിനെ അപ്പമാക്കി മാറ്റാൻ പറഞ്ഞു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. മനുഷ്യന് ആഹാരം മാത്രം പോരാ. മനുഷ്യന് കഴിക്കാവുന്നൊരു പരിധിയിൽ അതിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ല. വയറില് നിറയുന്നവരെ കഴിക്കാൻ പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് മനുഷ്യന്റെ പ്രശ്നം തീരുന്നുണ്ടോ? ഇല്ല. ദൈവത്തിന്റെ വചനങ്ങളാണ് മനുഷ്യന് വഴികാട്ടിയായിരിക്കേണ്ടത്. മനുഷ്യന്റെ ജീവിതത്തെ നയിക്കേണ്ടത് ദൈവത്തിന്റെ വചനങ്ങളാണ്. ദൈവത്തിന്റെ വചനമനുസരിച്ചാണ് മനുഷ്യന്റെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ആ ദൈവത്തിന് നമുക്ക് വഴികാട്ടിയാണ്, നമ്മുടെ പാപങ്ങൾക്ക് വിളക്കാണെന്ന് വചനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. മലയിലേക്ക് കയറ്റിക്കൊണ്ടുപോയി മലയിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അടുത്ത പ്രദേശമെല്ലാം കാണാം. ഇസ്രായേലിലെ ആ വലിയ മലയിലേക്ക് കയറിയപ്പോൾ അവിടെയുള്ള അടുത്തുള്ള രാജ്യങ്ങള് കാണിച്ചു. അത് കഴിഞ്ഞു, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചവയെല്ലാം എനിക്ക് തരാം. ഈ പ്രപഞ്ചവും ഭൂമിയും സ്ഥലങ്ങളും ഒക്കെ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഇതൊരു മനുഷ്യന്റെയുമല്ല. കാലാകാലങ്ങളിൽ രാജാക്കന്മാര് യുദ്ധം ചെയ്തത് അങ്ങനെതാണെന്ന് പറഞ്ഞു. അവർ മരിച്ചുപോയി. സ്ഥലങ്ങൾ അങ്ങനെ തന്നെയുള്ളൂ വിവിധ രാജ്യങ്ങളിലായിട്ട്. ശക്തമായ രാജ്യങ്ങള്, ശക്തി കുറഞ്ഞ രാജ്യങ്ങളെ ചരിത്രത്തിന്റെ ഗതികൾ പരിശോധിക്കുമ്പോൾ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയിട്ടുള്ള അലക്സാണ്ടർ തുടങ്ങിയ ചക്രവർത്തിമാര്, അങ്ങനെയുള്ള വലിയ ചക്രവർത്തിമാരുടെ ചരിത്രങ്ങള് കാണാം. ബാബിലോണിയയിൽ ചക്രവർത്തിമാരുണ്ടായിരുന്നു, ചൈനയിലെ ചക്രവർത്തിമാരുണ്ടായിരുന്നു, ഈജിപ്തിലെ ഫറോമാരുണ്ടായിരുന്നു, റോമൻ സാമ്രാജ്യത്തില് സീസർമാരുണ്ടായിരുന്നു,
ജർമ്മനിയിൽ റഷ്യയിൽ സാർ ചക്രവർത്തിമാര്, ജർമ്മനിയിൽ കൈസർ, എല്ലാം ഈ ചക്രവർത്തി എന്നുള്ള സീസറിന്റെ പദങ്ങളാണ് ഓരോ രാജ്യത്ത് വെച്ചാണ് സാറ്, കൈസർ എന്നൊക്കെയുള്ള പദങ്ങൾ. ഇങ്ങനെ ഇന്ത്യയിൽ സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരെല്ലാം കടന്നുപോയി. രാജ്യങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഭൂമി കറങ്ങുന്നുണ്ട്, സൂര്യൻ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്, മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ചില രാജാക്കന്മാര് മനുഷ്യരെ കൊലവിളിച്ച രാജാക്കന്മാരുണ്ട്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കൊല ചെയ്ത രാജാക്കന്മാരുടെ ചരിത്രം നമ്മുടെ ചരിത്രത്തിലെ ലിപികളിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ദൈവത്തിന്റെ വചനം മനുഷ്യനെ നയിച്ചില്ലെങ്കിൽ അരാജകത്വവും കൊലപാതകവും യുദ്ധവും ഭീഷണിയും മനുഷ്യന് മരണമൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനമാണ് ഭരണാധികാരികളെയും മനുഷ്യരെയൊക്കെ നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നുണ്ട്. ദേവാലയ ഗോപുരത്തിൽ നിർത്തി ഈ ദൈവത്തിനാണെങ്കിൽ താഴേക്ക് ഉയർന്ന ദേവാലയത്തിന്റെ ഗോപുരത്തിൽ യേശുവിനെ കൊണ്ട് നിർത്തിയിട്ട് സാത്താൻ പറയുകയാണ്, ദൈവത്തിനാണെങ്കിൽ താഴേക്ക് ചാടുക, നിന്റെ കാൽ കല്ലിൽ തട്ടാതെ ദൂതന്മാർ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് വചനത്തിൽ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നീ കൊണ്ട് ചാടുക. ആധുനിക സംസ്കാരത്തില് പാരച്ചൂട്ട് വഴി ചാടുന്ന ആളുകളുണ്ട്. ഞാനുണ്ടായിരുന്ന ഒരു ഇടവകയിൽ പോലീസിൽ പോയ ഒരു പെൺകുട്ടിയെ ഇത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അവൾ പാരച്ചൂട്ടിൽ മുകളിൽ നിന്നും താഴേക്ക് ചാടി. ഇപ്പം പാരച്ചൂട്ടൊക്കെ ഒത്തിരി കാണുമായിരിക്കും. ഇവിടുന്ന് താഴേക്ക് ചാടി. അപ്പോൾ അത് ട്രെയിനിങ്ങിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ പടയാളികള് വിമാനത്തിന് ഓട്ടം സംഭവിക്കുമ്പോൾ, വിമാനം കത്തുമ്പോഴോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുമ്പോഴോ പാരച്ചൂട്ടിൽ ചാടി രക്ഷപ്പെടാറുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. ഈ നോയമ്പ് കാലം ഇവിടെ പറഞ്ഞു, നിന്റെ കാൽ കയ്യിൽ തട്ടാതെ കൈകളിൽ താങ്ങിക്കൊള്ളും. അപ്പോൾ യേശു പറയണത് നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. വേറെ ലൗകികമായിട്ടുള്ള ഒന്നിനെ ആരാധിക്കാൻ പാടില്ല. പ്രമാണത്തിൽ പറയുന്നത് പോലെ മനുഷ്യന്റെ ശക്തിയോ സൗന്ദര്യമോ സമ്പത്തോ യാതൊന്നിനും ദൈവത്തിന്റെ സ്ഥാനം കൊടുക്കാൻ പാടില്ല. ജീവിതത്തിൽ പ്രധാനവുമായ സ്ഥാനം ദൈവത്തിനുള്ളതാണ്, ദൈവത്തിന് മാത്രമുള്ളതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. ദൈവമാണ് നമുക്ക് ജീവൻ നൽകിയത്. നമ്മുടെ അസ്തിത്വം അവിടുന്നാണ്, അവിടുന്ന് ഉണ്മയാണ്. അവിടുന്ന് ദൈവം മാത്രമേ ആവശ്യമായിട്ട് ആയിരിക്കുന്നവനുള്ളൂ. അതുകൊണ്ടാണ് പഴയത്തിൽ ദൈവത്തെ ആയിരിക്കുന്നവരെന്ന് ദൈവജനത വിളിച്ചത്. നമ്മൾ ഈ നോയമ്പ് കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്നാമതായിട്ട് പ്രാർത്ഥന. നന്നായിട്ട് പഠിച്ചു വിജയിക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമുണ്ട്. രണ്ടാമതായിട്ട് നോമ്പ്, ഉപവാസം, ഇതൊക്കെ നല്ലതാണ്. എല്ലാ മതവിഭാഗങ്ങളിലും ഉപവാസങ്ങളുണ്ട്. മുസ്ലിങ്ങൾ റംസാൻ മാസം ആചരിക്കുന്നു. ഒരു മാസം പകൽ ആഹാരം കഴിക്കുന്നില്ല. പല ഹിന്ദുക്കൾ ശബരിമലയിലേക്ക് പോകാൻ കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് മാംസാഹാരങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് അങ്ങനെ പരിഹാരത്തോടുകൂടി ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. അതുപോലെ ക്രൈസ്തവർക്ക്, സുറിയാനി ക്രൈസ്തവർക്ക് ഒത്തിരി നോമ്പാചരണമുള്ളത്. പ്രധാനപ്പെട്ട നോമ്പാണ് വലിയ നോമ്പെന്ന് പറയുന്നത്. ഇന്ന് അർദ്ധരാത്രി മുതലുള്ള 50 ദിവസങ്ങളാണ് വലിയ നോമ്പ്. വലിയ നോമ്പിൽ നമ്മൾ ചെയ്യേണ്ടത് മത്സ്യമാംസാദികൾ വേണ്ടെന്ന് വയ്ക്കുക, ഒന്ന്. രണ്ടാമതായിട്ട് പ്രാർത്ഥനയിൽ കേന്ദ്രീകരിക്കുക. മൂന്നാമതായിട്ട് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക. നാലാമതായിട്ട് നമ്മുടെ ആസക്തികൾക്ക് അന്ത്യം വരുത്തുക. ആസക്തികള് ഓരോ വ്യക്തിയിലും ഓരോ പ്രിഡോമിനന്റ് ആയിട്ടുള്ള ആസക്തികൾ കാണും. ചിലർക്ക് മദ്യപാനമായിരിക്കും, ചിലർക്ക് മയക്കുമരുന്നായിരിക്കും, ചിലർക്ക് മൊബൈൽ ഫോണായിരിക്കും, ചിലർക്ക് ബ്ലൂ ഫിലിം കാണുന്നതിലായിരിക്കും. ഇങ്ങനെ മദ്യപിക്കുന്നതിലും മയക്കുമരുന്ന് കഴിക്കുന്നതിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആസക്തികൾ. ചിലർക്ക് സിനിമ കാണുന്നതിലായിരിക്കും. നമ്മൾ ഒന്നിന്റെ അടിമകളായിരിക്കുന്നത്. കർത്താവ് നമ്മളെ വിമോചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ലിബറേറ്റ്. എല്ലാ തിന്മകളിൽ നിന്നും വിമോചിക്കാനാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നതെങ്കിൽ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ആസക്തികളോട് വിട പറഞ്ഞതിനെ നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനായിട്ടും കഴിയണം. അപ്പോഴാണ് നമ്മൾ അടിമയല്ലാതായിരിക്കുക, അല്ലെങ്കിൽ അതിന്റെ അടിമയായിട്ട് വരും. മൊബൈലിൽ ഗെയിം കളിച്ച് വടക്കേന്ത്യയിലുള്ള 2 പെൺകുട്ടികൾ ആത്മഹത്യ.
അതിന്റെ കാരണം അതിൽ ഏതോ ഗെയിമാണെന്ന് തോന്നുന്നു. അതിൽ ഒരു കൊറിയക്കാരനാണ് കഥാപാത്രം. അപ്പൊ വീട്ടുകാർ പറഞ്ഞു അത് മൊബൈല് അത് കാണുണ്ടായി എന്ന് പറഞ്ഞു. അവർക്ക് പെട്ടെന്ന് കൊറിയക്കാരനെ കാണാതിരിക്കാൻ പറ്റാതായി. അതുകൊണ്ട് 2 പെണ്ണുങ്ങളും ആത്മഹത്യ ചെയ്തെന്നാണ് വാർത്തയിൽ കണ്ടത്. എന്തുകൊണ്ടാണ് ഒന്നിനെ ഇവരൊരിക്കലും നേരെ കണ്ടിട്ടില്ലാത്ത കൊറിയക്കാരനുള്ള ആസക്തിയിൽ അല്ലെങ്കിൽ അവരെ മറക്കാനോ കാണാതിരിക്കാനോ കഴിയാത്ത രീതിയിലേക്കുള്ള മാനസികാവസ്ഥ മാറിപ്പോയി, നിമിത്തത്തിലേക്ക് പോയി. ഒന്നിന്റെ അടിമകളാകാതിരിക്കാനായിട്ട് നമുക്ക് കഴിയണം. യഥാർത്ഥ ഉപവാസത്തെപ്പറ്റി ഏഷ്യാ പ്രവാചകൻ പറയുന്നത് ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളിലും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനുമായിട്ട് ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നരെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ ഒഴിഞ്ഞു മാറാതിരിക്കുന്നതും ചെയ്യുന്നതല്ലേ അത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നമുക്കാർക്കും ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ ശത്രുക്കളാകരുത്. നല്ലത് പറയാനും നല്ലത് സ്വീകരിക്കാനും കലഹങ്ങളോ വഴക്കമുണ്ടായാൽ പറഞ്ഞു തീർക്കാനും പരസ്പരം ആദരിക്കാനും നന്മകൾ കാണാനും ബി പോസിറ്റീവ് ക്രിയാത്മകമായിട്ട് ചിന്തിക്കാനും ഒക്കെ കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ അവസാനിപ്പിക്കാനായിട്ട് പറ്റും. മറ്റുള്ളവരെ ആദരിക്കുക. ഈ ലോകത്തിൽ എല്ലാം തികഞ്ഞ മനുഷ്യരൊന്നുമില്ല. എല്ലാ മനുഷ്യരിലും നന്മകളെ പരിപോഷിപ്പിക്കുക. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകളുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കുക. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. ഓരോന്നും ഒരു വ്യതിരിക്തതയാണ്, ഒരു പ്രത്യേകതയാണ്, തനിമയാണ്. അതുകൊണ്ട് നാം ആയിരിക്കുന്നത് പോലെ ആയിരിക്കുക, വളരുക, അംഗീകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമതായിട്ട് ക്രിസ്തുവിലും നവജീവിതം ഈ നോയമ്പ് കാലത്ത് അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതേപറ്റി എഫേസ്യർക്കുള്ള ലേഖനത്തില് 22-24 അധ്യായത്തിൽ പറയുകയാണ് പൗലോസ്, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായി പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. ചിലയിടത്ത് പറയുന്നത് ഉരിഞ്ഞെറിയുന്ന തൊലി ഉരിഞ്ഞെറിയുന്നത് പോലെ പഴയ മനുഷ്യനെ അവന്റെ ആസക്തികളോടുകൂടി ചുഴിന്നെറിയുവിൻ, തൊലി പൊളിച്ച് കളയുന്നത് പോലെ. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. ഇങ്ങനെയാണ് നവീകരണം. മനസ്സിന്റെ നവീകരണം വഴിയാണ് യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കണം. എങ്ങനെയാണ് പുതിയ മനുഷ്യൻ? യഥാർത്ഥമായ വിശുദ്ധിയില്, യഥാർത്ഥമായ നന്മയില്, സത്യത്തിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.